റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധതയല്ലാതെ അവൻ സ്വീകരിക്കുകയുമില്ല. ഒരു മനുഷ്യന്റെ കഥ പറയുന്നിട്ട്, ദീർഘമായ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ, നീണ്ട മരുഭൂമിയുടെ യാത്ര, അവന്റെ മുടികൾ ജട പിടിച്ചിട്ടുണ്ട്, ശരീരമാകെയും പൊടി പിടിച്ച അവസ്ഥയിലാണ്. അവൻ അള്ളാഹുവിനോട് അവൻ ആകാശത്തെ കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹി പറയാ, അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ പോകുന്നില്ല. സ്വഹാബാത്ത് അത്ഭുതം കൂടി ചോദിക്കുക, റസൂലേ, യാത്രികന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു പ്രാർത്ഥനക്ക് മറയില്ല എന്നല്ലേ? എന്തുകൊണ്ടാണ് മുടി ജട പിടിച്ചിട്ടും ശരീരം പൊടി പിടിച്ചിട്ടും അത്രമേൽ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് തന്റെ യാത്രയിൽ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, വമത്അമു ഹറാം, അവൻ കഴിച്ച ഭക്ഷണം ഹറാം, വമശ്റബു ഹറാം, അവൻ കുടിച്ച പാനീയം ഹറാം, വമൽബസു ഹറാം, അവന്റെ വസ്ത്രം ഹറാം, വഉദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ മുങ്ങി കുളിച്ച മനുഷ്യൻ, ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനക്ക് സ്വീകാര്യത കിട്ടുക എന്നാണ്, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന് റസൂൽ ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ, നമ്മുടെ വീടിന്റെ ഒരു കല്ലിന്മേ പോലും ഹറാമായി ആളെ പറ്റിച്ചുണ്ടാക്കിയ പണമുണ്ടെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നത് മുതലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുക.